പാലക്കാട് കഞ്ചിക്കോട് മലമ്പുഴ മേഖലകളിൽ കാട്ടാന ശല്യം തുടരുകയാണ്. ഇന്ന് രാവിലെയും ജനവാസ മേഖലയ്ക്കടുത്ത് കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. പ്രദേശത്ത് 22ഓളം ആനകളുണ്ട്. കോരയാർ പുഴ മുറിച്ചു കടന്ന് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, BJPയും നാട്ടുകാരോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നിരുന്നു. എന്തായാലും കാട്ടാനശല്യം രൂക്ഷമാകുന്ന സാഹചര്യം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മലമ്പുഴ കഞ്ചിക്കോട് മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ന് രാവിലെയും ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. പ്രദേശത്തെ ഈ കാട്ടാന ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ ജനവാസ മേഖലയിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയിലേക്ക്, അതായത് കഞ്ചിക്കോട് മലമ്പുഴ പാതയിലേക്ക് തന്നെ കാട്ടാന എത്തുകയും ഒരു ഇരുചക്ര വാഹന യാത്രക്കാരനെ ആക്രമിക്കാൻ പോവുകയും അദ്ദേഹത്തിന്റെ വാഹനം തകർക്കുന്ന ഒരു സാഹചര്യം പോലും ഇന്നലെ രാത്രി പോലും ഉണ്ടായി. അതിന് മുൻപാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമി ന്യൂസിലെ മാധ്യമപ്രവർത്തകരായ ക്യാമറമാനായ മുകേഷിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ മേഖലയിൽ ഇത്തരത്തിൽ 22ഓളം കാട്ടാനകൾ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ പലതും വലിയ അക്രമകാരികളാണ്. ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏതാനും പടക്കം പൊട്ടിക്കുന്നതല്ലാതെ കൃത്യമായി ഈ ആനയെ കാട് കയറ്റി വിടുകയോ തിരിച്ച് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ട ശാശ്വതമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് വരുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ DFO ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരിക്കുന്നത്. സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുൾപ്പെടെയാണ് BJP വിഷയത്തിൽ ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഓഫീസിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഈ കാട്ടാന ശല്യത്തിൽ ഉയരുന്നത്. അരുണാണ് വിവരങ്ങൾ നൽകിയത്.